ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോറിയർ അനാലിസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മളൊരു പീരിയോഡിക് ഫംഗ്ഷനെ എ നമ്പർ ഓഫ് ഹാർമോണിക് ടേംസിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്ന രീതി, അതാണ് ഫോറിയർ അനാലിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹാർമോണിക് ടേംസിന്റെ ഫ്രീക്വൻസീസ് ആ തന്നിരിക്കുന്ന പീരിയോഡിക് ഫംഗ്ഷന്റെ ഫ്രീക്വൻസിയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഫോറിയർ അനാലിസിസ് അനുസരിച്ചുകൊണ്ട് ഒരു വേവിന്റെ ഫോർമേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നോക്കുക. ഫോറിയർ അനാലിസിസ് ഓഫ് എ വേവ് പൾസ് എക്സാമ്പിൾ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം, കുറെ വേവ്സുകൾ സൂപ്പർഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേവ് പൾസ് കിട്ടുമെന്ന് പറഞ്ഞു ഒരു മീഡിയത്തിൽ, അല്ലെ? അപ്പോൾ ഒരു വേവ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ വേവ് 100 സൈക്കിൾസ് ഉള്ള ഒരു വേവ് ആണ്. അതിന്റെ 1000th ഹാർമോണിക്സ്, ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, അങ്ങനെ 1000th ഹാർമോണിക്സ് ഉണ്ട്. അത് പിന്നെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വേവ് പൾസ് ഉണ്ടാകും. 100 ഹാർമോണിക്സ് ചേർന്നിട്ട് ഒരു വേവ് പൾസ് ഉണ്ടാവും. അതിന്റെ ബേസിക് റിപ്പീറ്റേഷൻ പീരീഡ് 1/10 ആണ്. 1/10 ഓഫ് ഇറ്റ്സ് ബേസിക് റിപ്പീറ്റേഷൻ പീരീഡ്. അതിന്റെ ഒരു നമുക്കറിയാലോ, ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നറിയാം ഒരു വേവ് പൾസിന്. അപ്പൊ അത് കിട്ടുന്ന ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് ബേസിക് റിപ്പീറ്റേഷൻ പീരീഡിന്റെ 1/10 ആണ്. Okay, consider a wave formed in the form of 100 cycles of 1000th harmonics occupying 1/10 of its basic repetition period. Okay, so basic repetition period സാധാരണ -π/ω1 മുതൽ π/ω1 വരെയാണ്. 2π/ω1 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന്റെ 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു പൾസ് കാണപ്പെടുന്ന ഒരു സമയം പറയുന്നത് -π/10ω1 ടൈം മുതൽ π/10ω1 വരെ ആയിരിക്കും. കാരണം അതിന്റെ 1/10 ടൈംസ് ആണ് ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വേവിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നാണ്, അല്ലെ? മാത്തമാറ്റിക്കലി ദിസ് വേവ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? y of t is equal to a0 sin number of harmonics 1000 ആണ്, അല്ലെ? അപ്പൊ നമ്മൾ 1000 കൊടുക്കണം. a0 sin 1000ω1t ആണ് ഇവിടെ വേവ്. ഓക്കെ, ഒരു സൈൻ വേവ് ആണ്. അപ്പോ ആ t റേഞ്ച് ചെയ്യുന്നത് നമുക്ക് -π/10ω1 മുതൽ π/10ω1 വരെയാണ് അതിന്റെ ഒരു റേഞ്ച് കിടക്കുന്നത്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ഈ ഒരു പർട്ടിക്കുലർ വേവിന്റെ ഈ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം വരുന്ന സ്ഥലത്താണ് പൾസ് കിട്ടുന്നത്, അല്ലെ? അങ്ങനെയാണ് ആ വേവ് അതിനകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു പോയിന്റില് പൾസ് കിട്ടുന്നത് ഈ ടൈമുകൾക്കിടയിലുള്ള ഒരു ടൈമിലാണ്, ആ ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വേവ്, പൾസ് ഉണ്ടാക്കുന്ന ആ ഒരു വേവ് ഒരു സൈൻ വേവ് ആണ്, അല്ലെ? സൈൻ വേവ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഫോറിയർ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്നുണ്ടാവുന്ന പൾസ്, ആ പൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, എങ്ങനെയാണ് ആ പൾസ് വരിക എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ ആ പൾസിനെ നമുക്ക് ഫോറിയർ സീരീസ് ഉപയോഗിച്ചുകൊണ്ട് കാണിക്കാം, അല്ലെ? പക്ഷെ ഇത് സൈൻ ഫംഗ്ഷൻ ആണ് വേവിന് വരുന്നത്, അതുകൊണ്ട് തന്നെ ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ നമുക്കറിയാം സൈൻ ടേംസും കൊസൈൻ ടേംസും ഉണ്ട്. അതിൽ സൈൻ ടേംസ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദ പൾസ്. ഓക്കെ, നമുക്ക് y of t is equal to sigma n is equal to 1 to infinity cn sin nω1t എന്നെഴുതാം. കൊസൈൻ ഭാഗം ഉണ്ടാവില്ല. ഓക്കെ, ബിക്കോസ് the given wave is a odd function, അല്ലെ? odd function ആയിട്ടാണ് വരുന്നത്. displacement of the given wave is odd function, so it consists only the sin terms in the Fourier series. Fourier series sin terms മാത്രമേ ഉണ്ടാവുള്ളൂ. sigma n is equal to 1 to infinity cn sin nω1t ആണ് Fourier series expansion വരിക. ഇനി നോക്കിയോക്ക്, ഇതിന്റെ LHS ഉം RHS ഉം ഞാൻ sin mω1 dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് -π/ω1 മുതൽ π/ω1 വരെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് LHS y of t into sin mω1t dt ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ -π/ω1 to π/ω1, അല്ലേ? ഇന്റഗ്രൽ -π/ω1 to π/ω1 y of t sin mω1t dt ആയി LHS. RHS ഓഫ് ഇന്റഗ്രൽ -π/ω1 to π/ω1 cn ഉണ്ട്. sin mω1t പിന്നെ മൾട്ടിപ്ലൈ ആണ് sin mω1t dt, അല്ലേ? sin mω1t dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് -π/ω1 π/ω1 ലിമിറ്റുകൾക്കിടയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ് രണ്ട് സൈഡിലെയും. ഓക്കെ, അപ്പൊ നമ്മള് LHS ഇത് തന്നെ അവിടെ നിർത്തി. RHS നോക്കി നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ -π/ω1 to π/ω1, ഇന്റഗ്രൽ -π/ω1 to π/ω1
by omega 1 Cn sin n omega 1 t sin n omega 1 t dt യുടെ വാല്യൂ ഇങ്ങനെയാണ് വരിക. Cn കോൺസ്റ്റന്റ് ആണ്, Cn ഇൻറ്റു ഇതിന്റെ റിസൾട്ട് വരുന്നത് പൈ ബൈ ഒമേഗ 1 ഇൻറ്റു ഡെൽറ്റ എം ആണ്. ഓക്കെ, ഇതിന്റെ ആൻസർ എത്രയാണ്? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക Cn ഇൻറ്റു പൈ ബൈ ഒമേഗ 1 ഡെൽറ്റ എം. ഈ ഡെൽറ്റ എം എന്ന് പറയുന്നത് ക്രോണിക്കൽ ഡെൽറ്റ ഫംഗ്ഷൻ ആണ്. ക്രോണിക്കൽ ഡെൽറ്റ ഫംഗ്ഷൻ അതിന്റെ പ്രത്യേകത m is equal to n ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണ്, m not equal to n ആണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആണ്. അതാണ് ഈ ക്രോണിക്കൽ ഡെൽറ്റ ഫംഗ്ഷന്റെ പ്രത്യേകത. ഓക്കെ, m is equal to n ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 1, അല്ല m is equal to n ആണെങ്കിൽ ഇവിടെ എന്ത് വരും? Cn into pi by omega 1 into 1 ആകും ഇത്, അല്ലേ? m not equal to n ആണെങ്കിൽ 0 ആണ് വരിക, it is equal to 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം m is equal to n ആണ് എങ്കിൽ എന്ത് വരും? ഈ ഇന്റഗ്രൽ മൈനസ് പൈ ബൈ ഒമേഗ 1 പൈ ബൈ ഒമേഗ 1 y of t sin omega 1 t dt is equal to Cn into pi by omega 1 into 1, that is Cn pi by omega 1 എന്ന് വരും, അല്ലേ? ഓക്കെ, then m is equal to n. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ sin omega 1 t യുടെ സ്ഥാനത്ത് m equal to n ആയതുകൊണ്ട് നമ്മൾ n കൊടുത്തിരിക്കുന്നു. സോ നമുക്ക് ഇങ്ങനെ കിട്ടും ഇന്റഗ്രൽ മൈനസ് പൈ ബൈ ഒമേഗ 1 to pi by omega 1 y of t sin n omega 1 t dt is equal to Cn pi by omega 1 എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് Cn കാണുന്നതിന് ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ടാക്കാം. Cn is equal to ഈ pi by omega 1 ന് വരുന്നത് എന്താവും? omega 1 by pi integral minus pi by omega 1 to pi by omega 1 y of t sin n omega 1 t dt. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോറിയർ സീരീസ് എക്സ്പാൻഷനിലെ Cn കണ്ടുപിടിച്ചത്. ഇവാലുവേഷൻ ഓഫ് Cn ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത് ജനറൽ ആയിട്ടുള്ള Cn കാണുന്നുള്ള ഫോർമുലയാണ്. ഫോറിയർ സീരീസ് എക്സ്പാൻഷനിലെ ആ Cn ന്റെ വാല്യൂ ജനറൽ ആയിട്ട് ഏതൊരു വേരിയബിൾസ് നമുക്ക് ഈ രീതിയിൽ Cn കണ്ടുപിടിക്കാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ വേരിയബിൾസ് ഫോർമേഷന്റെ സമയത്തുള്ള Cn നമുക്ക് കിട്ടണം. നമുക്ക് തന്നിരിക്കുന്ന വേവ്, പൾസ് ഉണ്ടാക്കുന്ന വേവ് y of t നമുക്ക് തന്നിരിക്കുന്നു, that is a0 sin 1000 omega 1 t ആണ്. പിന്നെ അവിടെ അത് കാണുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ ഒമേഗ 1 ടു പൈ ബൈ ഒമേഗ 1 അല്ല, അതായത് ബേസിക് ടൈം പീരീഡ് അല്ല, അല്ലെ? അതിന്റെ 1/10 ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ മൈനസ് പൈ ബൈ 10 ഒമേഗ 1 ടു പൈ ബൈ 10 ഒമേഗ 1 കൊടുക്കേണ്ടി വരും ലിമിറ്റ്. y of t യുടെ സ്ഥാനത്ത് നമുക്ക് a0 sin 1000 ഒമേഗ 1 t, അതായത് 1000നെ നമ്പർ ഓഫ് ഹാർമോണിക്സ് അതിന് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഗിവൺ വേ y of t is equal to a0 sin n omega 1 t ആണ്, n is equal to 1000, അല്ലേ? and the time interval ranging from minus pi by 10 omega 1 to pi by 10 omega 1. അപ്പോൾ ആ രീതിയിൽ എഴുതുമ്പോൾ Cn is equal to നമുക്ക് എങ്ങനെ എഴുതാം? omega 1 by pi integral minus pi by 10 omega 1 കൊടുക്കണം to pi by 10 omega 1 a0 sin n omega 1 t sin n omega 1 t എന്ന് വരും, അല്ലേ? ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. നോക്കാം, ഇവിടെ നമുക്ക് കിട്ടിയ Cn നോക്കുക. Cn is equal to omega 1 by pi integral minus pi by 10 omega 1 to pi by 10 omega 1 a0 sin n omega 1 t sin small n omega 1 t dt ആണ്. ഈ pi by 10 omega 1 ന് പകരം നമുക്ക് വേണമെങ്കിൽ 10 pi by 10 omega 1 എന്ന് എഴുതാം, അല്ലേ? കാരണം ക്യാപിറ്റലിന് 1000 ആണ്, അപ്പോൾ 10 by 1000 ചെയ്യുമ്പോൾ ഇത് 1/10 തന്നെയാണ്. pi by 10 omega 1 എന്ന് പറയുന്നത് തന്നെയാണ് 10 pi by n omega 1. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് minus pi by 10 omega 1 to pi by 10 omega 1 പകരം minus 10 pi by n omega 1 to 10 pi by n omega 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ a0 constant can be taken outside. Therefore Cn is equal to omega 1 a0 by pi integral minus 10 pi by n omega 1 to 10 pi by n omega 1 sin n omega 1 t sin small n omega 1 t dt എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് ഈ ഒരു സംഗതിയെ sin n omega 1 t into sin n omega 1 t അത് sin a sin b എന്ന രൂപത്തിലാണ് നടക്കുന്നത്, അല്ലേ? sin a sin b. ഓക്കെ, എയുടെ സ്ഥാനത്ത് n omega 1 t ആണ്, b യുടെ സ്ഥാനത്ത് small n omega 1 t ആണ്. That is equal to trigonometric result നമുക്കറിയാം, that is equal to half into cos a minus b plus cos a plus b ആണ്. ഒരു ട്രിഗണോമെട്രിക് റിസൾട്ട് ഉണ്ട്. sin a sin b is equal to half cos a minus b plus cos a plus b. ആ രീതിയിൽ നമ്മൾ ഈ sin n omega 1 t sin n omega 1 t dt യെ മാറ്റി എഴുതുകയാണ്. അപ്പോൾ നമുക്ക് omega 1 a0 by pi അതുപോലെ തന്നെ എഴുതി half. ഇനി നമുക്ക് cos a minus b വരുമ്പോൾ ഇവിടെ cos n omega 1 t minus small n omega 1 t വരും. അപ്പോൾ that is equal to omega 1 t കോമൺ ആണ്, n minus n വരും, അല്ലേ? അപ്പോൾ ഇത് വരും cos n minus small n omega 1 t ആണ് വരിക. cos a minus b ക്ക് വരാം പ്ലസ് cos a plus b ക്ക് വരാൻ വരും cos n plus n omega 1 t യും വരും. ഓക്കെ, ഇതെല്ലാം ഇതിനകത്താണ്.
കോസൈൻ്റെ അകത്താണ് ഈ ഫംഗ്ഷൻ ഇതൊക്കെ വരുന്നത്. അപ്പോൾ cos n മൈനസ് സ്മോൾ n ഒമേഗ 1t പ്ലസ് cos n പ്ലസ് n ഒമേഗ 1t അതൊരു 1/2 കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ Cn is equal to ഒമേഗ 1 a0/2π. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ cos n മൈനസ് സ്മോൾ n ഒമേഗ 1t dt ആദ്യം ചെയ്യുന്നു. കോസിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ ആണ്. എന്നൊരു sin n മൈനസ് സ്മോൾ n ഒമേഗ 1t തീർന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ n മൈനസ് n ഒമേഗ 1t യുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കുക sin n മൈനസ് സ്മോൾ n ഒമേഗ 1t ബൈ n മൈനസ് n ഒമേഗ 1t യുടെ ഡെറിവേറ്റീവ് എത്രയാണ്? n മൈനസ് സ്മോൾ n ഒമേഗ 1 അല്ലേ? പ്ലസ് ഇവിടെ അതുപോലെ തന്നെ sin n പ്ലസ് n ഒമേഗ 1t ബൈ n പ്ലസ് സ്മോൾ n ഒമേഗ 1 വരും. ലിമിറ്റ് കൊടുക്കണം. എത്രയാണ്? മൈനസ് 10π n ഒമേഗ 1 ടു 10π ബൈ n ഒമേഗ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ്. Cn is equal to ഒമേഗ 1 a0/2π into 2 into ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ കിട്ടും sin n മൈനസ് സ്മോൾ n ഒമേഗ 1 ഈ ടിയുടെ സ്ഥാനത്ത് നിങ്ങൾ 10π ബൈ n ഒമേഗ 1 കൊടുക്കുക ബൈ n മൈനസ് സ്മോൾ n ഒമേഗ 1. ഈ ഒരു ടേം ഉണ്ടാകും. ഈ ഒരു ടേമിൽ ടിയുടെ സ്ഥാനത്ത് 10π ബൈ n ഒമേഗ 1 കൊടുക്കുക. ഇവിടെ ഒരു ഇൻറ്റു 2 കൂടി ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ കിട്ടുക. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ തന്നെയാണ് കിട്ടുക. Cn is equal to ഒമേഗ 1 a0/2π ഇൻറ്റു ഇത് sin n മൈനസ് സ്മോൾ n ഒമേഗ 1 10π ബൈ n ഒമേഗ 1 ബൈ n മൈനസ് സ്മോൾ n ഒമേഗ 1 ആണ്. ഓക്കെ, അപ്പോൾ Cn is equal to നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 2 പോയി ഒമേഗ 1 a0/π ഇൻറ്റു ബാക്കി sin n മൈനസ് സ്മോൾ n ഒമേഗ 1 10π ബൈ n ഒമേഗ 1 ബൈ n മൈനസ് സ്മോൾ n ഒമേഗ 1 അല്ലേ? അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതും. അപ്പോൾ വേണമെങ്കിൽ ഒമേഗ 1 നമുക്ക് വെട്ടിക്കളയാം അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ. ഓക്കെ, അങ്ങനെ എഴുതാം. യെസ്, ഇനി നോക്കുക ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ഇത് സൈൻ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ തീറ്റ ബൈ തീറ്റ നമുക്ക് വേണമെങ്കിൽ 1 ആവും. വേർ തീറ്റ ഈക്വൽ ടു 0 ആ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. ഇവിടെ തീറ്റ n മൈനസ് സ്മോൾ n ഇൻറ്റു 10π ബൈ n ഒമേഗ 1 ആണ്. താഴത്തതില്ല. ഇവിടെ സൈൻ തീറ്റ ബൈ തീറ്റ എന്നുള്ള രൂപത്തിൽ എഴുതാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ എഴുതാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 10π ബൈ n ഒമേഗ 1 കൂടി ഇവിടെ വരണം. എന്നാൽ നമുക്കത് ഏകദേശം എന്താവും? സൈൻ തീറ്റ ബൈ തീറ്റ എന്നുള്ള രൂപത്തിലാവും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ഡിനോമിനേറ്ററിൽ 10π ബൈ n ഒമേഗ 1 കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലും 10π ബൈ n ഒമേഗ 1 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് Cn is equal to എങ്ങനെ കിട്ടും? ഒമേഗ 1 a0/π ആണ് ഇവിടെ ഉള്ളത്. ഒമേഗ 1 a0/π 2 പോയാൽ ബാക്കിയാണല്ലോ. ഇൻറ്റു ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? 10π ബൈ n ഒമേഗ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. sin n മൈനസ് സ്മോൾ n ഇൻറ്റു 10π ബൈ n ഒമേഗ 1 ബൈ n മൈനസ് n ഡിനോമിനേറ്റർ അതെ 10π ബൈ n ഒമേഗ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി. ഇവിടെ നോക്കി ഒമേഗ 1 പോവും, പയ്യും പോവും അല്ലെ? ബാക്കി ഉള്ളത് 10a0/n ആണ്. അത് ഞാൻ അങ്ങനെ എഴുതി 10a0/n. ഇത് നോക്കുമ്പോൾ സൈൻ തീറ്റ ബൈ തീറ്റ എന്നുള്ള രൂപത്തിലാണ്. സൈൻ തീറ്റ ബൈ തീറ്റയുടെ വാല്യൂ 1 ആണ്. when തീറ്റ is equal to 0. ഇവിടെ തീറ്റ 0 ആവണമെങ്കിൽ അല്ലേ? തീറ്റ 0 ആണെങ്കിൽ 10π ബൈ n ഒമേഗ 1 ഒരിക്കലും 0 ആവില്ല. പിന്നെ തീറ്റ 0 ആണുള്ള ഒരേ ഒരു സാധ്യത സ്മോൾ n is equal to ക്യാപിറ്റൽ n ആവുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ n is equal to സ്മോൾ n ആവുക അല്ലേ? when ക്യാപിറ്റൽ n is equal to സ്മോൾ n ഇത് സൈൻ തീറ്റ ബൈ തീറ്റ എന്നുള്ള ഫോമിലേക്ക് വരും. സൈൻ തീറ്റ ബൈ തീറ്റ എന്നുള്ള ഫോം തന്നെയാണ്. സൈൻ 0/0 എന്നുള്ള ഫോമിലേക്ക് വരും അല്ലേ? that is equal to 1 ആണ്. ഓക്കെ, അപ്പോൾ when n is equal to സ്മോൾ n Cn is equal to എന്ത് വരും? 10a0/n into 1 എന്ന് വരും. that is 10a0/n അല്ലേ? 10a0/n എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ n നമ്മൾ പറഞ്ഞു 1000 ആയതുകൊണ്ട് 1000 കൊടുത്തു. അപ്പോൾ 10a0/n ആണ് വരുന്നത് അല്ലേ? അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ n is equal to സ്മോൾ n എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലേ? n is equal to സ്മോൾ n എന്ന് പറഞ്ഞാൽ സ്മോൾ n നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് അല്ലേ? that is equal to അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? 1000 അല്ല 100 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ n 100 കൊടുക്കാം. അപ്പോ ആ ഒരു കേസിലാണല്ലോ അല്ലേ? അപ്പോൾ Cn is equal to നമുക്ക് എത്ര കിട്ടും? a0/10 എന്ന് കിട്ടും. 10a0/100 that is equal to a0/10 when n is equal to small n. n not equal to small n ആണെങ്കിൽ വേറെ രീതിയിലായിരിക്കും നമ്മൾ കിട്ടുക അല്ലേ? അപ്പോൾ മാക്സിമം ഇവിടെ ഈ Cn റെപ്രസെന്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്, പൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം എപ്പോഴാണ് ഏത് കേസിലാണ് കിട്ടുക? ഈ n എന്ന് പറയുന്നത് സ്മോൾ n ആവുമ്പോൾ നമ്പർ ഓഫ് സൈക്കിൾസിന് ഈക്വൽ ആവുന്ന സമയത്ത് ഹാർമോണിക്സിന്റെ എണ്ണം
നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് ദ വേവ് വിച്ച് ജനറേറ്റ്സ് ദ പൾസിന് ഈക്വൽ ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. അത് A0/10 ആണ് അല്ലേ. -10π/n⍵1 to 10π/n⍵1 ആ ഡ്യൂറേഷനിലാണ് ആ ഒരു വലിയ ഡിസ്പ്ലേസ്മെന്റ് A0/10 ഡിസ്പ്ലേസ്മെന്റ് പിന്നെ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ ആ പൾസിനെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പൾസ് റെപ്രസെന്റ് ചെയ്യപ്പെടുക. -10π/n⍵1 to 10π/n⍵1 വരെ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാണാം. ഓക്കെ, ബാക്കി സമയത്ത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു വേവിനെ നമ്മൾ ആ വേവ് പൾസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് ഫോറിയർ അനാലിസിസ് ഓഫ് എ വേവ് പൾസിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.